നമുക്ക് സജോ ദേവസ്യ കലോത്സവ നഗറിൽ എവിടെയോ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിങ്ങളുടെ കണ്ണൂര് തന്നെയാണ് റജിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളുടെ കണ്ണൂര് സജോ ആണ് കണ്ണൂരുകാരനാണ്. എന്ത് പറയുന്നു നോക്കാം. സജോ, കണ്ണൂർ തന്നെ അല്ലേ മുന്നിൽ? എവിടെ ഇപ്പോ കലോത്സവ നഗരിയിൽ ഉള്ളത്? എന്താണ് ഇതുവരെയുള്ളൊരു ഫൈനൽ അപ്ഡേറ്റ്? പ്രജിന്, ഞാൻ സെന്റ് ജോസഫ് സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ മിമിക്രി വേദിയാണ്. ഇപ്പോൾ മത്സരത്തിൻ്റെ ഒരു ചെറിയ ഇടവേളയാണ്. അതായത് ഏറ്റവും ജനപ്രിയ ഐറ്റമാണല്ലോ മിമിക്രി ഉൾപ്പെടെയുള്ള ഇനങ്ങൾ. അതുകൊണ്ട് ജനപ്രിയ ഇനങ്ങളുണ്ട്. നമുക്ക് ഈ സദസ്സ് കണ്ടാലും മനസ്സിലാകും കുറച്ചധികം മിമിക്രി പ്രേമികളുടെ സാന്നിധ്യം അടക്കം ഇവിടെയുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം അത് സ്കൂളുകളുടെ കാര്യത്തിലായാലും ജില്ലകളുടെ കാര്യത്തിലായാലും നടക്കുന്നു എന്നതാണ്. അതും വളരെ ആവേശകരമാണ്. അതായത് ചെറിയ പോയിന്റ് വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ ഒരു മത്സര ഇനത്തിലെ ഗ്രേഡുകളുടെ 1-2 ഗ്രേഡുകളുടെ വ്യത്യാസം മാത്രം ആകെ ഫലത്തെ അല്ലെങ്കിൽ ചാമ്പ്യന്മാർ ആരെന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ണൂർ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണയും സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്കാണ് പോയത്. ആ റൂട്ടിലാണ് ഇപ്പോഴും യാത്രാ പോയിന്റ് നിരക്ക് പരിശോധിച്ചാൽ കണ്ണൂർ 496 പോയിന്റുമായി ലീഡ് ചെയ്യുന്നു. തൊട്ട് പിന്നാലെ തന്നെ തൃശ്ശൂരുണ്ട് 491 പോയിന്റ്. കോഴിക്കോടും പിന്നാലെ തന്നെയുണ്ട് 489 പോയിന്റ്. അങ്ങനെ മറ്റ് ജില്ലകളുടെ കാര്യമെടുത്താലും പാലക്കാട്, മലപ്പുറവും ഒക്കെ വളരെ മികച്ച പോയിന്റ് നില ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്കൂളുകളുടെ കാര്യത്തിലും വലിയ മത്സരം അക്കാര്യത്തിൽ നടക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. കിടങ്ങന്നൂർ, പത്തനംതിട്ടയിലെ കിടങ്ങന്നൂർ സ്കൂളൊപ്പം വഴുതക്കാട്, തിരുവനന്തപുരത്തെ വഴുതക്കാട് സ്കൂള്, അങ്ങനെ കണ്ണൂരിലെ സെന്റ് തെരേസ സ്കൂള്, പാലക്കാട് ആലത്തൂരിലെ സ്കൂൾ, അങ്ങനെ മികച്ച പ്രകടനം സ്കൂളുകളുടെ കാര്യത്തിലും ഉണ്ട്. ജനകീയ ഇനങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാപ്പിളപ്പാട്ടുണ്ട്, മിമിക്രി ഉണ്ട്, മോണാക്ട് ഉണ്ട്, ചവിട്ട് നാടകം, ഇങ്ങനെയുള്ള ഇനങ്ങളാണ് ഇന്ന് വേദികളെ കീഴടക്കിയത്. ആ ഇടങ്ങളിലൊക്കെ കുറച്ചുകൂടി ഇത്തരം ജനകീയ ഇനങ്ങൾ, ജനപ്രിയ ഇനങ്ങൾ കാണാൻ കാണികളുടെ സാന്നിധ്യം അത്തരം ആളുകൾ, നേരത്തെ നാടകവേദിയിൽ നാടകപ്രേമികളുടെ വലിയ സാന്നിധ്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതേസമയം മറ്റു പല വേദികളിലും കാണികളുടെ സാന്നിധ്യം കുറവായിരുന്നതുമൊക്കെ കണ്ടു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒപ്പം മിമിക്രി അടക്കമുള്ള വിവിധ മത്സരങ്ങളിൽ നിന്ന് മികച്ച നിലവാരം പുലർത്തുന്ന മത്സര പ്രകടനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ വിവിധ ഇനങ്ങളൊപ്പം ശാസ്ത്രീയ സംഗീതം അടക്കമുള്ള മത്സരങ്ങൾ കൂടിയുണ്ട്. അതിനും സ്വാഭാവികമായി തന്നെ വലിയ ആരാധകർ, സംഗീത ആരാധകരുടെ, പ്രേമികളുടെ ഒക്കെ വലിയ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ആളുകളിലേക്ക് ജനകീയമായി ഉള്ള ഐറ്റങ്ങളിൽ കാണികളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ശ്രദ്ധേയമാണ്. കാരണം നഗരത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ചേച്ചി ഒരു കാര്യം ഞാൻ ഉറക്കെ പറഞ്ഞോട്ടെ. വേണ്ട, എനിക്ക് മനസ്സിലായി എന്താ പറയാൻ വരുന്നത്. എന്താ വെച്ചാൽ കണ്ണൂര് നമ്മുടെ കണ്ണൂര്. അതെ, 128 ഇനങ്ങൾ പൂർത്തിയാവുമ്പോൾ കണ്ണൂർ ജില്ല കൃത്യമായ ലീഡ് എടുക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ. 501 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്ക്. തൃശ്ശൂർ ജില്ല രണ്ടാം സ്ഥാനത്ത് 496. അതാണ് ഞാൻ പറഞ്ഞത്, 5 പോയിന്റിന്റെ ഒരു വ്യക്തമായ ലീഡിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ല വരുന്ന കാഴ്ച. ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആണ്. അല്ലെ, നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളെ എല്ലാ ജില്ലക്കാരും നമ്മുടെ തന്നെയാണ്.